വെൽക്കം ടു ടുഡേയ്സ് ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CR സീരീസ് സർക്യൂട്ട്, കപ്പാസിറ്റർ, റെസിസ്റ്റർ, സീരീസ് AC സർക്യൂട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു ഡിസ്കഷന് വേണ്ടി നിങ്ങൾ ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യുക. നമ്മളൊരു EMF സോഴ്സ് കൊടുത്തിട്ടുണ്ട് ആൻഡ് കപ്പാസിറ്റർ ആൻഡ് റെസിസ്റ്റർ വിച്ച് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ആൻഡ് എ കറണ്ട് I ഈസ് ഫ്ലോയിങ് ത്രൂ ദിസ് സർക്യൂട്ട്. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ രണ്ട് കോമ്പണൻസിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ assume that the current flowing through the CR series circuit be I equal to I0 sin omega t. ഓക്കെ, ഇനി നമുക്കറിയാം ഇവിടെ ഒരു കപ്പാസിറ്ററും റെസിസ്റ്ററും സീരീസ് ആയിട്ട് കൊടുത്തത് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ അപ്ലൈഡ് EMF ഈ രണ്ട് കോമ്പണൻസിനും അക്രോസ് ആയിട്ട് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്ത് പോകും. സോ നമുക്ക് എഴുതാം E equal to, that is a total applied EMF, E equal to the potential drop across capacitor plus potential drop across the resistor. So E equal to VR. VR is the potential drop across the resistor plus VC, the potential drop across the capacitor. ഇനി VRൻ്റെ വാല്യൂ നമുക്കറിയാം എന്താണ്? I into R ആണ്. ആൻഡ് VCയുടെ വാല്യൂ Q by C ആണ് അല്ലേ. സോ E equal to IR plus Q by C, where Q is the charge in the capacitor and C is the capacitance of the capacitor. ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ ആവശ്യം എന്താണ്? വി വാണ്ട് ടു ഫൈൻഡ് എ ഫേസ് റിലേഷൻ ബിറ്റ്വീൻ ദ കറണ്ട് ആൻഡ് ദ അപ്ലൈഡ് EMF. ശരിയല്ലേ? പക്ഷേ ഇവിടെ കറണ്ടും അപ്ലൈഡ് EMFും തമ്മിലുള്ള റിലേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ ചാർജിനെ ഐ ഹാവ് ടു റെപ്രസെൻറ്റ് ഇൻ ടേംസ് ഓഫ് കറണ്ട്. കാരണം ഇവിടെ കറണ്ടിൻ്റെ ടേം ഉണ്ട്, പക്ഷേ ഇത് ചാർജാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ആകെ രണ്ട് ക്വാണ്ടിറ്റികളെ പാടുള്ളൂ. ഒന്നെങ്കിൽ ഒന്ന് EMFും ഒന്ന് കറണ്ടുമേ പാടുള്ളൂ, അല്ലാതെ ചാർജ് പാടില്ല. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ചാർജിനെ എങ്ങനെ എനിക്ക് കറണ്ടിൻ്റെ ടേമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു റിലേഷനാണ് കറണ്ട് I ഈക്വൽ ടു എന്താണ്? dQ by dt ആണ്. ആൻഡ് ഇക്വേഷൻ 1 പ്രകാരം I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി. ശരിയല്ലേ? സോ I ഈക്വൽ ടു dQ by dt which is equal to I0 സൈൻ ഒമേഗ ടി. So here dQ will be equal to I0 sin omega t into dt. dQ is the small amount of charge. ക്ലിയർ അല്ലേ? അപ്പം ഇനി നമുക്ക് ടോട്ടൽ ചാർജ് Q കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? We have to integrate this equation. Okay, so on integrating this equation, we get Q equal to minus I0 cos omega t divided by omega plus k. കാരണം നമുക്കറിയാം, ഇവിടെ നോക്കുക, വാട്ട് ഈസ് ദ ഇൻ്റഗ്രൽ ഓഫ് സൈൻ ഒമേഗ ടി? ഇൻ്റഗ്രൽ ഓഫ് സൈൻ ഒമേഗ ടി എന്ന് പറയുന്നതാണ് മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗയാണ്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നിട്ടുള്ളത്? മൈനസ് I0 കോസ് ഒമേഗ ടി ബൈ ഒമേഗ പ്ലസ് കെ. കാരണം ഇവിടെ നമ്മൾ ലിമിറ്റ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കെ കൊടുക്കണം. ആൻഡ് അഗെയിൻ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സ്റ്റഡി കേസുകളായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റിൽ നിന്നുള്ള കൺസിഡറേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ we can take the constant of integration k as 0. Okay, so this equation become Q equal to minus I0 cos omega t by omega. അപ്പോൾ Qൻ്റെ വാല്യൂ കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് Q ആൻഡ് I ഇൻ ഇക്വേഷൻ 3. ഇക്വേഷൻ 3 എന്ന് പറയുന്നത് ഏതായിരുന്നു? E ഈക്വൽ ടു IR പ്ലസ് Q ബൈ C എന്നുള്ളതാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യുക? ഐൻ്റെ വാല്യൂ ഇക്വേഷൻ 1ൽ നിന്ന് I0 സൈൻ ഒമേഗ ടി എന്ന് കൊടുക്കുക. ആൻഡ് Qൻ്റെ വാല്യൂ ഇപ്പം നമുക്ക് കിട്ടിയ ഇക്വേഷൻ 5ൽ നിന്ന് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം വി ഗെറ്റ് E ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി ഇൻറ്റു R പ്ലസ് Qൻ്റെ വാല്യൂ ആണ് മൈനസ് I0 കോസ് ഒമേഗ ടി ബൈ ഒമേഗ ഇൻറ്റു 1 ബൈ സി. കാരണം Q ബൈ സി ആയിരുന്നു, സോ 1 ബൈ സി. ക്ലിയർ? ഇനി രണ്ട് ടേമിൽ നോക്കിയേ, ഒരു I0 കോമൺ അല്ലേ. സോ ദിസ് ഇക്വേഷൻ ബിക്കം I0 ഇൻറ്റു R സൈൻ ഒമേഗ ടി മൈനസ്, ഇവിടെ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ, ഇവിടെ ഒമേഗയുണ്ട് സി ഉണ്ട് അല്ലേ. സോ കോസ് ഒമേഗ ടി ബൈ സി ഒമേഗ. ക്ലിയർ? ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ LR സീരീസ് സർക്യൂട്ടിൽ ചെയ്ത അതേ സ്റ്റെപ്പുകൾ തന്നെയാണ് നമ്മൾ വീണ്ടും ഫോളോ ചെയ്യാൻ പോകുന്നത്. We will multiply and divide this equation, that is equation 6, by root of R square plus 1 by C omega whole square.
1/c⍵² എടുക്കാനുള്ള കാരണം നമ്മൾ LR സർക്യൂട്ടിൻ്റെ കേസിൽ എടുത്തപ്പോൾ √R² + L⍵² നടത്തത്. അവിടെ L⍵ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസാണ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കപ്പാസിറ്ററിൻ്റെ കേസാണ്, അതായത് CR സർക്യൂട്ടാണ്. അപ്പോൾ ഇവിടെ വേണ്ട റെസിസ്റ്റൻസ് എന്താണ്? ഓപ്പോസിഷൻ എന്താണ്? കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ്. കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം, Xc = 1/c⍵. അതുകൊണ്ടാണ് ഞാൻ ഈ സെക്കൻഡ് ടേമിൽ എന്ത് ചെയ്തിട്ടുള്ളത്? 1/c⍵² കൊടുത്തിട്ടുള്ളത്. ക്ലിയർ? ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? E = I0 √R² + 1/c⍵² ഇൻറ്റു ഫസ്റ്റത്തെ ടേം എന്തായിരുന്നു? R sin ω t അല്ലേ? R sin ω t ഡിവൈഡഡ് ബൈ √R² + 1/c⍵². അപ്പോൾ ഇവിടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ ഞാൻ ഡിവൈഡ് ചെയ്ത് ഞാൻ ഓരോ ടേമിലേക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്തത്. അതുകൊണ്ടാണ് അത് കോമൺ ഡിനോമിനേറ്റർ ആയിരുന്നു ശരിക്കും. ഞാൻ പക്ഷേ എന്ത് ചെയ്തു? രണ്ടിലേക്ക് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. ഓക്കെ. മൈനസ് cos ω t ഡിവൈഡഡ് ബൈ c⍵, പിന്നെ അതിൻ്റെ കൂടെ എന്ത് വേണം? നമ്മൾ ഇപ്പോൾ ഡിവൈഡ് ചെയ്ത √R² + 1/c⍵². ക്ലിയർ അല്ലേ? നോക്കുക. ആകെ ഞാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ടേമിനെ കൊണ്ട് √R² + 1/c⍵² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതേപോലെ ഡിവൈഡ് ചെയ്തു ഇക്വേഷൻ 6ൻ്റെ RHS. ഓക്കെ. ഇനി അടുത്തത് എന്താ സ്റ്റെപ്പ്? അടുത്ത നമ്മൾ 2 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോകും അല്ലേ? അതായത് ഒന്നാമത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ ഏതായിരിക്കും? സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ പുട്ട് R/√R² + 1/c⍵² = cos phi and 1/c⍵√R² + 1/c⍵² = sin phi. അപ്പോൾ നമ്മൾ മുന്നേ ചെയ്ത അതേപോലത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. പുട്ട് R/√R² + 1/c⍵² = cos phi and 1/c⍵√R² + 1/c⍵² = sin phi. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പം ഇവിടെ എനിക്ക് വേണമെങ്കിൽ ഒരു കാര്യം കൂടെ പറയാം. cos phi ആരാണ് ശരിക്കും? cos phi നമ്മൾ വിളിക്കുന്ന പേരാണ് പവർ ഫാക്ടർ അല്ലേ? പവർ ഫാക്ടർ ഒന്നും ഞാൻ തൽക്കാലം ഈ കാര്യത്തിൽ പറയുന്നില്ല. നമുക്ക് വെക്ടർ ഡയഗ്രം പറയുമ്പോൾ കൂടുതലായിട്ട് പവർ ഫാക്ടർ കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ. സോ ഈ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷൻ 7ലേക്ക്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇക്വേഷൻ 7 become E = I0 √R² + 1/c⍵² ഇൻറ്റു R/√R² + 1/c⍵² എന്നാണ് cos phi ഇൻറ്റു ബാക്കി ആരോടെ ഉണ്ട്? sin ω t അല്ലേ? cos phi sin ω t മൈനസ് ഇവിടെ cos ω t ഉണ്ട്. ഓക്കെ, cos ω t കൊടുത്തു. ഇനി 1/c⍵√R² + 1/c⍵² എന്താണ്? sin phi. സോ മൈനസ് sin phi cos ω t. ഇത് ഏതാ രൂപം? ഇത് sin A - B ഫോമാണ് അല്ലേ? എന്താണ് sin A? ഞാൻ ω t A ആയിട്ടും phi B ആയിട്ടും എടുക്കുകയാണെങ്കിൽ sin A cos B മൈനസ് cos A sin B. ശരിയല്ലേ? അപ്പോൾ ഇത് ഏത് ഫോമാണ്? sin A - B ആണ്. ശരിയല്ലേ? സോ ദിസ് ഇക്വേഷൻ become E = I0 √R² + 1/c⍵² ഇൻറ്റു sin ω t - phi. അപ്പോൾ ഇത് മനസ്സിലാക്കുക. ഇതേതാ ഫോം? sin A - ഫോമാണ്, A - B ഫോമാണ്. സോ sin ω t - phi. ഇപ്പോൾ തന്നെ നമ്മളെ റിസൾട്ട് എത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് എന്ത് ചെയ്യാം? ഇതിനൊരു ജനറൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ E = E0 sin ω t - phi എന്നാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടുത്ത് എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? when the value of sin ω t - phi = 1, അതായത് sin ω t - phi എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇൻ്റെ വാല്യൂ എന്താവും? maximum value that is E become E0 and I become I0. Okay, so when sin ω t - phi = 1, that is the maximum value, E = E0 and I = I0. substitute ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? E0 = I0 √R² + 1/c⍵². ഈ ടേം ഉണ്ടാവുമോ? ഇല്ല. ഈ ടേം 1 ആക്കിയപ്പോഴാണ് നമുക്ക് ഈ റിസൾട്ട് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, E0 = I0 √R² + 1/c⍵². ഇനി ഇക്വേഷൻ 8 നോക്കുക. ഇക്വേഷൻ 8ൻ്റെ ഇത്രയും ടേം അല്ലേ E0 എന്ന് പറയുന്നത്? സോ വി ക്യാൻ റൈറ്റ് E = E0 sin ω t - phi. എന്താ ഇത് മീൻ ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു കേസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്ത് I = I0 sin ω t. ഇപ്പം നമുക്ക് കിട്ടി അപ്ലൈഡ് EMF ഇൻ ദ സർക്യൂട്ട് എന്ന് പറയുന്നത് E = E0 sin ω t - phi. അപ്പോൾ എന്താണ് ഇതിൻ്റെ മീനിങ്? ആരാണ് ലീഡ് ചെയ്യുന്നത്, ആരാണ് ലാഗ് ചെയ്യുന്നത്? ദ ω t - phi അല്ലേ? ദാറ്റ് മീൻസ് ദ അപ്ലൈഡ് EMF ലാഗ്സ് ദ കറണ്ട്
by a phase of phi. ശരിയല്ലേ? അപ്പം in the case of CR series circuit, the instantaneous value of EMF is lagging the current by a phase of phi. അപ്പോൾ ഇവിടെ അപ്ലൈഡ് EMF ലാഗിങ് ദ കറണ്ട് ബൈ എ ഫേസ് ഓഫ് phi എന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചെങ്ങനെ പറയാം? Here the instantaneous value of current leads the applied EMF by a phase of phi എന്നും പറയാം. നേരെ രണ്ട് രീതിയിലും പറയാം, ഓപ്പോസിറ്റ് ആയിട്ടും പറയാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് EMF ലാഗ് ചെയ്യാണ്. കാരണം EMF എത്രയാണ് ലാഗ് ചെയ്യുന്നത്? ഈ ഒരു ωt - phi phi ഫേസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ലാഗ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കറണ്ട് എന്ത് ചെയ്യാണ്? phi ഫേസ് വെച്ചിട്ട് ലീഡ് ചെയ്യാണ്. ക്ലിയർ? ഓക്കെ. ഇനി ഇവിടെ വേറൊരാളും കൂടി നമുക്ക് കണ്ടുപിടിക്കാം. ആരാ? ഇവിടെ നമുക്ക് ഇമ്പിഡൻസ് കാണണ്ടേ? ടോട്ടൽ ഇമ്പിഡൻസ് ഓഫ് ദ സർക്യൂട്ട്. ടോട്ടൽ ഇമ്പിഡൻസ് എന്തായിരിക്കും? നോക്കിയേ, ഇക്വേഷൻ 9 നോക്കിയേ. ഇക്വേഷൻ 9 നമുക്ക് E0/I0 എഴുതിക്കൂടെ? അപ്പം E0/I0 എന്താണ്? ദാറ്റ് ഈസ് ദ ടോട്ടൽ ഓപ്പോസിഷൻ ഓഫേർഡ് ഇൻ ദ സർക്യൂട്ട്. സോ E0/I0 ഈക്വൽ ടു Z, ദാറ്റ് ഈസ് ദ ഇമ്പിഡൻസ് ഓഫ് CR/AC സർക്യൂട്ട്. ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് CR സീരീസ് സർക്യൂട്ടാണ്. സോ E0/I0 ഹിയർ ഈസ് nothing but the impedance of a CR/AC circuit, which is equal to root of R square plus 1/C omega whole square. ഇവിടെ ആലോചിക്കുക, 1/C omega whole square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XC സ്ക്വയർ ആണ്. കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ സ്ക്വയർ ആണ് കേട്ടോ. ഞാനതിന് ഒമേഗ ടേമിൽ റെപ്രസെൻറ്റ് ചെയ്തു എന്നുള്ളൂ. ഓക്കെ. നൗ ഫേസ് നമ്മൾ പറഞ്ഞു EMF ലാഗ് ചെയ്യാണ് ബൈ എ ഫേസ് ഓഫ് phi അല്ലേ? ഇനി ആ ഫേസ് എത്രയാ? ഫേസ് കാണാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഓൾറെഡി അറിയാം, സൈൻ ഫൈൻ്റെ വാല്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ട്, കോസ് ഫൈൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ടാൻ ഫൈ ഈക്വൽ ടു സൈൻ ഫൈ ബൈ കോസ് ഫൈ. സൈൻ ഫൈൻ്റെ വാല്യൂ എന്താ? 1/C ഒമേഗ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് 1/C ഒമേഗ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ കോസ് ഫൈ പവർ ഫാക്ടർ ആർ ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് 1/C ഒമേഗ ഹോൾ സ്ക്വയർ. അപ്പോൾ നോക്കിയേ, ഇതിന് നിങ്ങൾ എന്ത് ചെയ്യുക? റിവേഴ്സ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം ഈ ഒരു ടേം കട്ട് ചെയ്തു പോകും. ബാക്കി എന്തുണ്ടാവുള്ളൂ? 1/C ഒമേഗ ആർ. സോ ടാൻ ഫൈ ഈക്വൽ ടു 1/C ഒമേഗ ആർ ഓർ ഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് C ഒമേഗ ആർ. ഇക്വേഷൻ നമ്പർ 12. അപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു? നമ്മൾ എന്താണ് കറണ്ടും EMF നമ്മളുള്ള ഫേസ് റിലേഷൻ നമ്മൾ കണ്ടു, പ്ലസ് ടോട്ടൽ ഇമ്പിഡൻസ് ഓഫ് CR സീരീസ് സർക്യൂട്ട് കണ്ടു, പ്ലസ് ഈ ഫേസ് എത്രയാണ്? ഫേസ് EMFും കറണ്ടും നമ്മളുള്ള ഫേസ് ഡിഫറൻസ് എത്രയാണ്? അത് ഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1/C ഒമേഗ ഇൻറ്റു ആർ ആണെന്ന് നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ വെക്ടർ ഡയഗ്രാം അനാലിസിസും കൂടെ നടത്തിയേക്കാം. ഓക്കെ. കാരണം LR സീരീസ് സർക്യൂട്ടിലെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ട് എനിക്ക് ഇനി പെട്ടെന്ന് എന്ത് ചെയ്യാം? വെക്ടർ ഡയഗ്രാംസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ വെക്ടർ ഡയഗ്രാം ഫോർ CR സീരീസ് സർക്യൂട്ട് എങ്ങനെയായിരിക്കും? ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളോട് കറണ്ട് ഞാൻ X ആക്സിസിലാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കറണ്ട് എന്ത് ചെയ്തു? കറണ്ട് ഞാൻ പോസിറ്റീവ് X ആക്സിസിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി. ഇവിടെ നമുക്ക് രണ്ട് കോമ്പണൻസുകളാണുള്ളത്. ഒന്ന് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് റെസിസ്റ്ററും ഒന്ന് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് കപ്പാസിറ്ററും. നമുക്കറിയാം റെസിസ്റ്ററിൻ്റെ കേസിൽ കറണ്ടും പൊട്ടൻഷ്യൽ ഡ്രോപ്പും എങ്ങനെയാണ്? ഇൻ ഫേസിലാണ്. സോ ഐ വിൽ മാർക്ക് VR അലോങ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. ഇനി വാട്ട് അബൌട്ട് VC? പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിൻ്റെ കേസിൽ ആരാണ് ലീഡ് ചെയ്യുന്നത്? കറണ്ട് ആണോ EMF ആണോ അല്ലെങ്കിൽ കറണ്ട് ആണോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണോ? തീർച്ചയായിട്ടും കറണ്ടാണ് ലീഡ് ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ലാഗ്സ് ദ കറണ്ട് ബൈ എ ഫേസ് ഓഫ് π/2 ആണ് എന്ത്? പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിൻ്റെ കേസിൽ. ഓക്കെ. അപ്പം നമുക്ക് എങ്ങനെ വരയ്ക്കണം? VC എങ്ങനെ വരയ്ക്കണം? VC ലാഗിങ് അല്ലേ? ബൈ എ ഫേസ് ഡിഫറൻസ് ഓഫ് π/2 അല്ലേ? സോ നെഗറ്റീവ് Y ആക്സിസിൽ ഞാൻ VC മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? പോസിറ്റീവ് X ആക്സിസിൽ VRും കിട്ടി, നെഗറ്റീവ് Y ആക്സിസിൽ VCയും കിട്ടി. സോ ദ റിസൾട്ടൻ വിൽ ബി ലൈക്ക് ദിസ്, വിച്ച് വിൽ മേക്ക് എ ഫേസ് phi with the current, the instantaneous value of current which is flowing through the CR series circuit. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കൂടുതൽ അനാലിസിസിലേക്ക് പോവാം. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഞാൻ VC മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഞാൻ VR മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കി, ഇതിപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയില്ലേ? ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ ഒരു സൈഡ് എന്താണ്? ഈ സൈഡ് എന്താണ്? ഈ സൈഡിൻ്റെ പാരലൽ അല്ലേ? സോ ദിസ് ഇസ് VC ആൻഡ് ദിസ് ഇസ് VR. അപ്പോൾ ഒരു സൈഡ് VRും ഒരു സൈഡ് VCയും ആയി കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ റിസൾട്ടൻ? റിസൾട്ടൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്ലൈഡ് EMF ആയിരിക്കും. വാട്ട് വിൽ ബി ദ റിസൾട്ടൻ? പൈതഗോറസ് തിയറം യൂസ് ചെയ്താൽ മതി അല്ലേ? ഈക്വൽ ടു അല്ലെങ്കിൽ
നിങ്ങൾക്ക് പാരലലോഗ്രാം ലോ ഓഫ് എക്സ്ട്രാഡിഷൻ യൂസ് ചെയ്താൽ മതി. ഇവിടെ ഈ വി സിയും വി ആറും തമ്മിലുള്ള ആംഗിൾ 90 ആയതുകൊണ്ട് 2PQ cos R എന്നുള്ള ആ ടേം ഉണ്ടല്ലോ, സോറി 2PQ cos തീറ്റ എന്നുള്ള ആ ടേം ഒഴിവായി പോകുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പൈതഗോറസ് തിയറം യൂസ് ചെയ്യുക. സോ ദിസ് വിൽ ബി ഈക്വൽ ടു √VR² പ്ലസ് VC². ഓക്കെ, ആക്ച്വലി ഇത് നമ്മൾ വെക്ടർ നൊട്ടേഷൻ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് കൂടുതൽ പൈതഗോറസ് തിയറം യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ യൂസ് ചെയ്യായിരിക്കും കുറച്ചും കൂടെ നന്നാവുക. അപ്പോൾ നിങ്ങൾ ആ ഇക്വേഷൻ യൂസ് ചെയ്യുക. റിസൾട്ടൻറ്റ് ഇക്വേഷൻ R ഈക്വൽ ടു √P² പ്ലസ് Q² പ്ലസ് 2PQ cos തീറ്റ എന്നുള്ളതാണ് ജനറൽ ഇക്വേഷൻ. ഇപ്പോൾ P ആൻഡ് Q എന്ന് പറയുന്ന രണ്ട് വെക്ടറാണ്. ഇവിടെ നമ്മുടെ വെക്ടർ എന്ന് പറയുന്നത് ഒന്ന് VR-ഉം ഒന്ന് VC ആണ്. ഇനി VR-ഉം VC-യും നമ്മളുടെ ആംഗിൾ ആണെന്ത് തീറ്റ എന്ന് പറയുന്നത്. അത് 90 ആണ്. cos 90ൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് ഫസ്റ്റത്തെ രണ്ട് ടേമുകളെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് ചെറിയ ക്ലാസ്സുകൾ നിങ്ങൾ പഠിക്കുന്നതാണ്, അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഓക്കെ, സോ ദ ടോട്ടൽ EMF ഓർ ദ അപ്ലൈഡ് EMF ഈക്വൽ ടു എന്താണ്? E ഈക്വൽ ടു √VR² പ്ലസ് VC². ഓക്കെ, ഇനി VR എന്താണ്? IR ആണ്. ആൻഡ് VC ഈസ് I ഇൻറ്റു XC. XC ഈസ് ദ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ E ഈക്വൽ ടു √IR² പ്ലസ് I ഇൻറ്റു XC². ഓക്കെ, ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിലൊരു I² കോമൺ ആയിട്ട് ഉണ്ടാവുമല്ലോ. ആ I² റൂട്ടിൻ്റെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ I. സോ E ഈക്വൽ ടു I ഇൻറ്റു √R² പ്ലസ് XC². ശ്രദ്ധിക്കുക, നമ്മൾക്ക് നേരത്തെ കിട്ടിയ അതേ ഇക്വേഷൻ തന്നെയാണത്. XC എന്ന് പറയുന്നത് എന്താ? 1/c ഒമേഗയാണ്. അപ്പം XC² എന്ന് പറയുമ്പോൾ എന്ത് വരും? 1/c ω² വരും. ഓക്കെ, ഇനി അഗെയിൻ E ഈക്വൽ ടു E0. E0 ആയിക്കഴിഞ്ഞാൽ, അതിൻ്റെ മാക്സിമം വാല്യൂ ആയിക്കഴിഞ്ഞാൽ ആ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ എന്തായിരിക്കണം? മാക്സിമം വാല്യൂയിലേക്ക് എത്തണം, ശരിയല്ലേ? സോ വെൻ E ഈക്വൽ ടു E0, I ഈക്വൽ ടു I0. സോ E0/I0 ഈക്വൽ ടു Z. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ റിസൾട്ട് തന്നെയാണ്. ഇത് ഈ ഇക്വേഷനിൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ E0 ഈക്വൽ ടു I0 ഇൻറ്റു √R² പ്ലസ് XC² എന്ന് വരും. ഓക്കെ, സോ E0/I0 ഈക്വൽ ടു Z. ദാറ്റ് ഈസ് ദ ഇംപിഡൻസ് ഓഫ് CR series circuit, which is equal to √R² plus 1/c ω². ഞാനിവിടെ XCക്ക് പകരം 1/c ω കൊടുത്തു. അപ്പോൾ XC² ഈക്വൽ ടു 1/c ω². അഗെയിൻ നോക്കി, നമ്മൾ തിയററ്റിക്കലായിട്ട് നമ്മൾ പറഞ്ഞ അതേ റിസൾട്ടിലേക്ക് തന്നെയല്ലേ നമ്മൾ എത്തിയത്. ക്ലിയർ? ഇനി അടുത്തത് എന്താണ്? ഫേസ്. ഫേസ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? നോക്കുക, tan phi നോക്കിക്കോ. tan phi ഓപ്പോസിറ്റ് സൈഡ് VC by adjacent side VR അല്ലേ. സോ tan phi ഈക്വൽ ടു VC by VR which is equal to I into XC by I into R ഈക്വൽ ടു ഐയും ഐയും കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ XC by R. ഇനി XC എന്താ? 1/c ω അല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/c ω R. ആൻഡ് phi ഈക്വൽ ടു tan ഇൻവേഴ്സ് 1/c ω R. അഗെയിൻ നമുക്ക് നേരത്തെ കിട്ടിയ അതേ ഫേസ് റിലേഷൻ തന്നെ. ഇനി അടുത്തത് നേരത്തെ പറയാത്ത ഒരാളാണ് പവർ ഫാക്ടർ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പവർ ഫാക്ടറിൻ്റെ വാല്യൂ cos phi ആണ്. അതാണ് എന്ത്? ഹൗ മച്ച് എനർജി സ്പെൻഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഒരു സർക്യൂട്ടിലെ എനർജി സ്പെൻഡ് കാണിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ പവർ ഫാക്ടറാണ്. സോ പവർ ഫാക്ടർ cos phi ഈക്വൽ ടു നോക്കിയേ VR ഡിവൈഡഡ് ബൈ അപ്ലൈഡ് EMF അല്ലേ. സോ VR ബൈ E. VR എന്ന് പറയുന്നത് എന്താണ്? IR ഡിവൈഡഡ് ബൈ E എന്ന് പറയുന്നത് എന്താണ്? ഇതിന് നമുക്ക് പകരം നമുക്ക് നേരത്തെ ഇക്വേഷൻ കൊടുക്കാം. I ഇൻറ്റു √R² പ്ലസ് 1/c ω² എടുക്കാം. ഐയും ഐയും കട്ട് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. R/√R² പ്ലസ് 1/c ω². അഗെയിൻ നോക്കി, പവർ ഫാക്ടറിൻ്റെ ഇക്വേഷൻ അത് തന്നെയാണ്. ഇവിടെ നിങ്ങൾ പവർ ഫാക്ടറിൻ്റെ ഇക്വേഷൻ നോക്കി നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. നമ്മൾ LR സീരീസ് സർക്യൂട്ട് പറഞ്ഞപ്പം ഈ ഒരു ടേമിന് പകരം ആ ഇൻഡക്ടറിൻ്റെ ഓപ്പോസിഷൻ ആണ് ഉണ്ടായിരുന്നത്, അതായത് L ω² ഉണ്ടായിരുന്നത്. ഇത് CR സീരീസ് സർക്യൂട്ട് ആയപ്പോൾ അതെന്തായി? 1/c ω² ആയി. ഓക്കെ, ആ ഒരു വ്യത്യാസം മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി വേണമെങ്കിൽ ഞാനൊരു കേസുകളായിട്ട് ഞാൻ പറയാം. സോ വെൻ R ഈക്വൽ ടു 0, നമുക്കറിയാം മോസ്റ്റ് ഓഫ് ദ എനർജി സ്പെൻഡിങ് നടക്കുന്നത് അക്രോസ് ദ റെസിസ്റ്റർ ആണ്. സോ വെൻ R ഈക്വൽ ടു 0, വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് cos phi? ന്യൂമറേറ്റർ 0 ആയി കഴിഞ്ഞാൽ cos phiൻ്റെ വാല്യൂ 0. സോ എനർജി സ്പെൻഡ് എന്തായിരിക്കും? ഏറ്റവും മിനിമം ആയിരിക്കും. ക്ലിയർ? ഇനി വെൻ ഈ ഒരു വാല്യൂ XC ഈക്വൽ ടു 0, XC എന്ന് പറയുന്നത് എന്താണ്? 1/c ω0. അതായത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് 0 ആണെങ്കിൽ XC ഈക്വൽ ടു 1/c ω ഈക്വൽ ടു 0 ആണെങ്കിലോ ഈ ഒരു ടേം മൊത്തം എന്തായി പോയി? 0 ആയി പോയി.
ശരിയല്ലേ? പിന്നെയുള്ള ആരാ? r/√(r²). √r² എന്ന് പറഞ്ഞാൽ ആറും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1. സോ cos phi = 1. അപ്പോൾ അതാണ് അതിൻ്റെ മാക്സിമം എനർജി സ്പെൻഡ് വരുന്നത്. അപ്പം എങ്ങനെയാണെങ്കിലും നിങ്ങളൊരു LR സീരീസ് സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാലും CR സീരീസ് സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാലും മോസ്റ്റ് ഓഫ് ദ എനർജി സ്പെൻഡിങ് ഈസ് ടേക്കൺ അക്രോസ് ദ റെസിസ്റ്റർ ഇറ്റ് സെൽഫ്, നോട്ട് അക്രോസ് ദ ഇൻഡക്ടർ ഓർ കപ്പാസിറ്റർ. അപ്പോൾ ആ കാര്യം നിങ്ങൾ എന്തായാലും മനസ്സിലാക്കി വയ്ക്കുക.